ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയാണ്. ഇനിയിപ്പോൾ കുഞ്ഞുപെണ്ണ് സ്കൂളിലൊക്കെ പോയിട്ട് വേണം എനിക്ക് വീഡിയോ ഒക്കെ കാര്യമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ബീൻസിൻ്റെ വിത്ത് നട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ കോഴിക്ക് തീറ്റയൊക്കെ കൊടുത്തു. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയൊന്നുമില്ല കേട്ടോ, തണുപ്പുമില്ല. ഞാൻ കുറച്ച് ചീര മുറിച്ചെടുത്തതാണ്, പിറ്റേ ദിവസം തോരൻ വെക്കാനുള്ളതാണ്. കഴുകിയിട്ട് അരിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ കുറച്ച് കേടായ ചീര അതിനകത്തുണ്ട് കേട്ടോ, നല്ലോണം പുഴുവൊക്കെ ഉള്ളത്, പുഴുവൊക്കെ കടിച്ചതും ഒക്കെ ആയിട്ടുള്ള ചീരയുണ്ട്. പുഴു കടിച്ചത് മാത്രമല്ല, പ്രാണികളൊക്കെ കടിച്ചതൊക്കെ ആയിട്ടുള്ള ഇലയൊക്കെയുള്ള ചീരയുണ്ട്. അതും അല്ലാതെ ഈ ചൗച്ചൗവിൻ്റെ ഇലകളില്ലേ മൂത്തുപോയത്, അതെല്ലാം കൂടെ കോഴിക്ക് അരിഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതും മുറിച്ചെടുക്കുന്നുണ്ട്. അവിടെ എങ്ങാണ്ടൊരു മരത്തടിയിൽ കുറച്ച് കൂണ് ആയി നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ കറി വെക്കുന്നൊന്നുമല്ല, പക്ഷേ കറി വെക്കുന്ന കൂണ, നല്ല കൂണാന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിപ്പണ്ണിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇന്നിപ്പോൾ കുറച്ച് കറി വെച്ചത് നമ്മൾ പുഴുക്കുണ്ടാക്കൂല്ലേ, അപ്പോൾ പുഴുക്കിന് വേണ്ട എല്ലാ സാധനങ്ങളൊന്നുമില്ല. ചേമ്പ്, ചേന, കാച്ചിൽ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇടുമല്ലോ, മത്തങ്ങ, പിന്നെ വൻപയർ, ചെറുപയർ, മുതിര, അതിലേതെങ്കിലും ഒന്ന്. ഇപ്പോൾ എല്ലാം കൂടി ഇട്ട് വെക്കണമെങ്കിൽ ഒരു 2 സ്പൂൺ വെച്ച് പയറുവർഗ്ഗങ്ങളെല്ലാം എടുത്താൽ മതി. കഷ്ണങ്ങളും എല്ലാം കൂടെ കൂട്ടി അങ്ങനെ കേട്ടോ പുഴുക്കുണ്ടാക്കുന്നത്. കർക്കിടക മാസമാണ് കൂടുതൽ കഴിക്കുന്നത്. അല്ലാതെ നമുക്കിത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലാത്ത സമയങ്ങളിലും ചായക്കൊക്കെ വേണ്ടിയിട്ടും രാവിലത്തെ ചായയുടെ കടിയൊക്കെ ആയിട്ടും ഒക്കെ കഴിക്കും. അപ്പോൾ ഞാൻ കപ്പയൊന്ന് തിളപ്പിച്ച് ഊറ്റിയിട്ട് പകുതിയിൽ കൂടുതൽ വെന്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് മുറിച്ചെടുത്തതും പിന്നെ ചേമ്പുമാണ്. ഇത് ചെറുപയർ വേവിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറുപയർ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചത്. ചെറുപയർ ഒരു 1/4 ഭാഗം വേവായപ്പോഴാണ് ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ ഇടുന്നത്. ബാക്കി ചെറുപയർ ഈ കഷ്ണത്തിൻ്റെ കൂടെ കിടന്ന് വെന്തോളും. പിന്നെ കുറച്ച് കായും കൂടി ഇടുന്നുണ്ട്. പിന്നെ ചേമ്പിൻ്റെ താള് ഇടാം. പിന്നെ നമ്മൾ പപ്പായ ഇല്ലേ, കപ്പളങ്ങ, അതും ഒക്കെ ഇടാം കേട്ടോ ഇതിൻ്റെ കൂടെ. ഇതിപ്പോൾ ഒരു കറി പോലെയാണ് വെക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പുഴുക്കായിട്ടാണ് വെക്കുന്നതെങ്കിൽ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് എടുക്കാറേ ഉള്ളൂ. പക്ഷേ ഇത് ഞാൻ കറി പോലെ വെക്കുന്നതുകൊണ്ട് കടുക് പൊട്ടിച്ചിട്ടാണ് കേട്ടോ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. കടുക് പൊട്ടിക്കുന്നതൊക്കെ നമ്മൾ സാധാരണ കറിക്ക് ചേർക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ചേർത്തിട്ടാണ് കേട്ടോ. കടുകും പിന്നെ കറിവേപ്പില, ചെറിയുള്ളി, വറ്റൽമുളക്, അങ്ങനെ എല്ലാം ചേർത്ത് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, തേങ്ങ അരഞ്ഞു പോകരുത്, ചെറുതായി ചതയുകയല്ല, കുറച്ചൊന്ന് അരയണം, എന്നാൽ ചെറിയ തരിതരിപ്പായിട്ട് കിടക്കുകയും വേണം. ആ ഒരു പരുവത്തിൽ ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ. തേങ്ങയും മഞ്ഞളും പിന്നെ ഒരു നുള്ളു ജീരകം കൂടി പോകരുത്, ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ മുളക് എല്ലാം കൂടെ ആക്കി അരച്ചതാട്ടോ. അങ്ങനെ അതെല്ലാം ചേർത്ത് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പം കടുകും കൂടെ പൊട്ടിച്ചതിലേക്ക് ചേർത്ത് മിക്സാക്കി എടുക്കുക. പിന്നെ ഞാൻ തലേദിവസം മേടിച്ച മീനൊക്കെ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ, അതൊരു സൈഡിൽ വറക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പുതിന ചമ്മന്തിയും കൂടെ ഉണ്ടാക്കണം. പുതിനയിലൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുറ്റത്ത് തന്നെ മല്ലിച്ചപ്പും ആഫ്രിക്കൻ മല്ലി ഉണ്ടല്ലോ, അതും പുതിനച്ചപ്പും ഒക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി കുറവായതുകൊണ്ട് കുറച്ച് സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. കാന്താരി മുളകും, പുളിക്ക് വേണ്ടി നെല്ലിക്ക എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ വാളംപുളിയോ പിന്നെ നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കണം. എല്ലാം കൂടെ ഒന്ന് ചമ്മന്തി പരുവത്തിലാക്കി എടുക്കുവാണേ. ഇപ്പോൾ വയലിലൊക്കെ രാത്രിയിൽ ആനയും പന്നിയും ഒക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രിയിലുള്ള പോക്കും വരവൊക്കെ നമ്മൾ കുറേ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.